اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധയോടെ തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ദീനിൽ അതിനുള്ള പ്രാധാന്യം, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളതിന് കൊടുക്കേണ്ട ശ്രദ്ധ, ജാഗ്രത, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞത്. ഏത് അവസ്ഥയിലും നമസ്കാരം നഷ്ടപ്പെട്ടു പോകാതെ പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം അതിൽ 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതാണ് ഇപ്പൊ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമസ്കാരത്തിന്റെ സമയനിഷ്ഠ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. സമയമുണ്ട് നമസ്കാരത്തിന്. ഏതാണ് നമസ്കാരത്തിന്റെ ഏറ്റവും നല്ല സമയം? ആ സമയത്ത് അത് നിർവഹിക്കുക. കർമ്മങ്ങളിൽ ഏറ്റവും നല്ലത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് പ്രവാചകരെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ. അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. അപ്പോൾ നമസ്കരിക്കുക എന്ന് മാത്രമല്ല, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴാണ് നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് ചോദിച്ചാൽ, ബാങ്ക് വിളിച്ച് ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് നിർവഹിക്കും. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഒക്കെ 15 മിനിറ്റ് 20 മിനിറ്റ് സമയം. എന്തിനാ? ബാങ്ക് വിളി കേട്ട് ആളുകൾ ജോലിയിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന്, വീട്ടിൽ നിന്നൊക്കെ പുറപ്പെട്ട് ഒളു ചെയ്ത് പള്ളിയിൽ വരാനുള്ള ഒരു സമയം, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാനുള്ള ഒരു സമയം എന്ന നിലക്ക് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അകാരണമായിട്ട് നമസ്കാരം നീട്ടിക്കൊണ്ടുപോകരുത്. അകാരണമായിട്ട് നമസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ ഒരുപക്ഷെ നമ്മൾ അപകടത്തിൽ വരെ പെട്ടേക്കും. എന്ന് പറഞ്ഞാല് ഫർളായ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് നമസ്കാരത്തിന്റെ സമയമായിട്ടും അത് നിർവഹിക്കാതെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയി അതിനിടയിൽ നമ്മൾ വിട പറയേണ്ടി വന്നാൽ, അങ്ങനെയാണല്ലോ ഏത് നിമിഷത്തിലും നമ്മളുടെ കാര്യം തീരുമാനമാവും, അല്ലെ? അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഗതി വരികയാണെങ്കിൽ, ഒരു നമസ്കാരം ഫർളായിട്ടും അത് നിർവഹിക്കാതെ, ഒരു നിഷ്ഠയുള്ള ഒരാളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നമസ്കരിക്കണം, ഒരു നമസ്കാരം ഒഴിവാകാൻ പാടില്ലെന്ന് തീരുമാനിച്ച ഒരാള് ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ നമസ്കാരം ഫർളായിട്ടും ബാങ്ക് വിളിച്ചിട്ടും അതിന്റെ സമയമായിട്ട് അത് നിർവഹിക്കാത്തവനായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക എന്നതാണ്. ഖളാ ആയി പോവുക എന്ന് പറഞ്ഞൊരു സംഗതിയേ ഉണ്ടാവാൻ പാടില്ല. ഖളാ ആവുക എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. ശരിക്കും പറഞ്ഞ ഖളാ ആവാൻ പാടില്ല, അല്ലെ? നമസ്കാരം, ഫജ്ർ നമസ്കാരം അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. ളുഹുർ അതിന്റെ സമയത്ത്, അസർ അതിന്റെ സമയത്ത്. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് ളുഹുറിനെ അസറിന്റെ ബോട്ടിലേക്ക് കൊണ്ടുപോയിടും. അസർ മഗ്രിബ്. ഞാൻ സഹോദരിമാരുടെ ചില കുടുംബ ക്ലാസുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പലയിടത്തുനിന്നും സാറുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാ പറയുന്നത്. അതായത് ളുഹുർ നമസ്കാരം
നീട്ടിക്കൊണ്ടുപോയിട്ട് അസറിന്റെ വീട്ടിൽ എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയടിക്കും. അങ്ങനെ ഒറ്റ നിസ്കാരക്കുപ്പായത്തമ്മ ളുഹുറും അസറും കൂടി നമസ്കരിച്ചിട്ട് അല്ലേ. എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പേ കൊണ്ടുപോയിട്ട് അസർ നമസ്കരിക്കുക. അങ്ങനെ എല്ലാ പണികളും തീർന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല നമസ്കാരം എന്ന് പറയണ. നമസ്കാരത്തിന്റെ സമയമായാൽ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട പണി അതാ. എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട പണികൾ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നിട്ടാണ് നമസ്കരിക്കുക എന്നല്ല. നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഹയ്യ അല സ്വലാഹ്, നമസ്കാരത്തിന് വരൂ, ഹയ്യ അലൽ ഫലാഹ് അല്ലെ, വിളിച്ചു കഴിഞ്ഞാൽ അതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പണി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ജാഗ്രത പാലിക്കുക. അതാണ് അതിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ രൂപം എന്താണെന്ന് പറയാം. അഖീമു സ്വലാ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അല്ലദീന യുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവരെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? ഈ നമസ്കാരം നിലനിർത്തുക എന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞതിന്റെ ശരിയായ രൂപം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമസ്കാരം അതിന്റെ സമയനിഷ്ഠയോടുകൂടി നിർവഹിക്കുക. രണ്ടാമത്തെ കാര്യം, നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക. സംഘടിതമാണ് ശരിക്കും നമസ്കാരം. ഒറ്റയ്ക്കൊരു നമസ്കാരം ശരിക്കില്ല. ഒറ്റയ്ക്കുള്ള നമസ്കാരം എന്ന് പറയുന്നത് സംഘടിത നമസ്കാരത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത, അതിന് സൗകര്യപ്പെടാത്ത ഒരു സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞ ഇഖാമത്തു സ്വലാ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീന മക്കന്നാഹും ഫിൽ അർദി അഖാമുസ് സ്വലാത്ത വഅതൗസ് സകാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞു. ഭൂമിയിൽ വിശ്വാസികൾക്ക് സൗകര്യം കിട്ടിയാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ നമസ്കാരം സ്ഥാപിക്കും. സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, സ്ഥാപിച്ച് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന്റെ സംഘടിതമായ ജമാഅത്തായിട്ടുള്ള രൂപത്തിലാണ്. അപ്പൊ നമസ്കാരം ജമാഅത്ത മാത്രമല്ല, അതിന് വലിയ പ്രതിഫലമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസില്ലേ, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് 27 ഇരട്ടി ഒരു അമലിന് പുണ്യം അല്ലാഹു തആല അധികമായിട്ട് തരികയാണെങ്കിൽ എന്തിന് കളയണം, എന്തിന് നഷ്ടപ്പെടുത്തണം? ഒരു ശ്രദ്ധ അല്ലെ. നമുക്ക് പള്ളിയിലെത്താൻ കഴിഞ്ഞില്ല, ഏതോ ഒരു കാരണത്താൽ പള്ളിയിലെത്തണം കേട്ടോ. പുരുഷന്മാരെന്തായിരുന്നാലും പള്ളിയിലെത്തുക, അവരുടെ ഒരു പരിധിയിൽ ബാങ്ക് വിളിക്കുന്നിടത്ത്, ഒരു ജമാഅത്ത് നടക്കുന്നിടത്ത് അവർക്ക് എത്താനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതെത്താതെ അവർ ഒറ്റയ്ക്ക് നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ശരിയായ രീതിയല്ല. അത് ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. ഹദീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിൽ ജമാഅത്തും അതിന് സൗകര്യമുണ്ട്, പക്ഷെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കുക. ആ ഒരു നമസ്കാരം സ്വീകരിക്കാനുള്ള, അല്ലാഹു തആലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത പോലും ഇല്ലാത്ത അത് നമസ്കാരമായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പുരുഷന്മാര് പള്ളിയിൽ എത്തുക എന്നത് തന്നെയാണ്. സ്ത്രീകൾക്കും പള്ളിയിൽ വരാവുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു, നമസ്കരിച്ചിരുന്നു. അവരോട് വരുന്ന കാര്യത്തെക്കുറിച്ച് നബി നിർദ്ദേശം കൊടുത്തിരുന്നു. പോകുന്ന കാര്യത്തെക്കുറിച്ച്, സഫുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ അങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകൾ ആദ്യം എഴുന്നേറ്റ് പോയിട്ട് നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞിരുന്നു. അന്ന് മദീന പള്ളിയിൽ തുറന്നു വെച്ച വാതിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇന്നും ബാബുൻ നിസാ മദീന പള്ളിയിൽ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ് അല്ലെ. മക്കത്തും മദീനത്തും ഒന്നും അതിനൊരു തടസ്സമല്ല അല്ലെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മോശപ്പെട്ട കാര്യമായിട്ട്, ഈയിടെ നമ്മളെ ഒരു ബഹിരാകാശ യാത്രിക നാട്ടിൽ വന്നിട്ട് ഒരു പള്ളിയിൽ കയറി എന്നൊക്കെ പറഞ്ഞ പോലെ വിവാദമൊക്കെ ഉണ്ടായല്ലേ. അതെന്ന് വെച്ചാൽ സ്ത്രീകൾ അവിടെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാം, സ്ത്രീകൾ പള്ളിയിൽ ഒരിക്കലും കയറാൻ പാടില്ല. അല്ലാണ്ട് റസൂല് സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി വിലക്കരുതെന്ന്, അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ വരണമെന്നും പറഞ്ഞതാ അല്ലേ. പറ്റുവാണെങ്കിൽ പങ്കെടുക്കണമെന്നാണ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു നിർബന്ധം അവർക്ക് വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ നിർബന്ധം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരോട് കാണിച്ച ഒരു കാരുണ്യം മാത്രമാണ്, അവർക്ക് നിർബന്ധമല്ല എന്നുള്ളത്. പക്ഷെ അത് അവർക്ക് ഒഴിവാക്കാനുള്ള സംഗതിയല്ല. അപ്പൊ പള്ളിയുടെ ഒക്കെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ, സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പള്ളിയിലുണ്ട് ജമാഅത്തിന് വരാലോ. പള്ളിയിൽ ജമാഅത്തിന് വരാന്നുള്ള നമസ്കാരം കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് പുണ്യങ്ങൾ അതിനുണ്ട്. പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ നമസ്കാരത്തിനായി ഒരടി നടന്നു പോയാൽ, 2 അടി നടന്നാൽ ഒരടി അയാളുടെ പാപം പൊറുക്കും, മറ്റേ അടി അയാളുടെ പദവി ഉയരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ. പള്ളിയിലേക്ക് നടന്നു പോയാലേ നടത്തത്തിൽ ഓരോ കാലടിക്കും അവന്റെ ഒരു നന്മ വർദ്ധിക്കുന്നു, മറ്റേ കാലടിക്ക് അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. അതാ വീട്ടിൽ നിന്ന് ഒന്നു എടുത്തിട്ട് പോകണം, അങ്ങനെയാണല്ലോ. വീട്ടിൽ നിന്ന് ഒന്നു എടുത്ത് പള്ളിയിൽ നമ്മൾ ഒന്നുവിന് സൗകര്യമൊക്കെ ചെയ്യും. അതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു കാര്യത്തിൽ ആളുകൾക്ക് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ. പക്ഷെ യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന്, അങ്ങനെയാണ് ഹദീസ്, വീട്ടിൽ നിന്ന് ഒന്നു എടുത്ത് ഒരാൾ പള്ളിയിലേക്ക് നടന്നു, അവന്റെ ഓരോ കാലടിക്കും അവൻ നമസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവൻ നമസ്കാരത്തിലാണ്. അവന്റെ ഓരോ കാലടിയും ഒരു പുണ്യമാണ്.
പിന്നെ അടുത്ത കാലടി അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ലഭ്യമാകും. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യണം, കഴിയുമെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാം. അങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന സഹോദരിമാരെ എനിക്ക് തന്നെ അറിയാം. ജമാഅത്തിന് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള ചില സഹോദരിമാർ, അവർക്ക് അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന കയ്യും കാലം ഒക്കെ പണിയൊക്കെ നിർത്തി ഒന്നും എടുത്തിട്ട് ആ സ്കൂട്ടിയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നമസ്കരിച്ചൊക്കെ വരും. എന്തൊരു നല്ല സംഗതിയാ അല്ലെ. അപ്പൊ നടന്നു പോകാൻ പറ്റുന്നവരാണെങ്കിൽ 5 മിനിറ്റ് 2 മിനിറ്റ് നടന്നെത്തും. എങ്കിൽ അവരൊക്കെ പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കുക. സ്ത്രീകൾക്കായ ഭാഗവും വാതിലും ഒക്കെ തുറന്നു വെക്കുകയും അവരുടെ ഭാഗങ്ങളൊക്കെ വൃത്തിയിലും വെടുപ്പിലും ഒക്കെ നമ്മുടെ പള്ളികളിൽ വെക്കുകയും ചെയ്യണം. കാരണം എന്താണെന്നറിയോ, സ്ത്രീകൾക്കും പള്ളിയുണ്ട്, സ്ത്രീകൾക്കും നമസ്കാരമുണ്ട്, ജമാഅത്തുണ്ട്, ജുമയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ ഇനി അഥവാ ഇത് സാധിക്കുന്നില്ലെങ്കിൽ, അഥവാ വീട്ടിൽ പോകാൻ പറ്റില്ല, എന്നാലും സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ സഹോദരിമാർ ഇവിടെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് നമ്മുടെ സഹോദരിമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം, നിങ്ങൾ ഒറ്റക്കായിട്ട് നമസ്കരിക്കരുതെന്നാണ്. വീട്ടിലൊക്കെ പലപ്പോഴും കാണുന്ന വെച്ചാൽ ഉമ്മ അവിടെ നമസ്കരിക്കും, വാപ്പ ഇവിടെ നമസ്കരിക്കും, മോൾ ഇവിടെ നമസ്കരിക്കും, അങ്ങനെ 2-3 സ്വാവിനുണ്ടെങ്കിൽ വേറെ നമസ്കരിക്കുക. അല്ല, ഒരു നമസ്കാരത്തിന്റെ സമയമായാൽ അതിനൊരു സ്ഥലം നിശ്ചയിച്ച് എല്ലാവരും വരും, ഒന്നുകൊടുത്ത് വരും, നമുക്ക് നമസ്കരിക്കാം. അങ്ങനെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരെക്കാളും 27 ഇരട്ടി വീടുകളിൽ ജമാഅത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വീടുകളിൽ പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുകയും സാധ്യമല്ലാത്തവരൊക്കെ ചേർന്ന് വീടുകളിൽ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കും. ഇതൊക്കെ ഇസ്ലാമിന്റെ കൾച്ചറാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്, നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ മഹിമയും മഹത്വവും ഒക്കെ അതിനാണ് കുടികൊള്ളുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ഖൈറും ബർക്കത്തും ഒക്കെ അത്തരത്തിലുള്ള വീടുകളാണ്. നമസ്കാരം പോലെ നിർവഹിക്കപ്പെടുന്നതും ഖുർആൻ നന്നായി പാരായണം ചെയ്യപ്പെടുന്നതും പഠിക്കപ്പെടുന്നതും ഒക്കെ ആയ കുടുംബങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ഖൈറും ബർക്കത്തും ഒക്കെ കിട്ടുന്ന കുടുംബങ്ങൾ, പ്രിയമുള്ളവരെ. അപ്പൊ ജമാഅത്ത് നമസ്കാരം വീടുകളിലാണെങ്കിലും സഹോദരിമാരാണെങ്കിലും സാധ്യമായ രൂപത്തിൽ അത് ചെയ്യുക, ആ സംഗതി നിലനിർത്തുക എന്നതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ചൈതന്യമാണ്. ജീവനുള്ള നമസ്കാരമുണ്ട്, ജീവനില്ലാത്ത നമസ്കാരമുണ്ട്. ജീവനില്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും നിസ്കരിക്കുന്ന നമസ്കാരം, അതായത് കൈ കെട്ടിയത് ഓർമ്മയുണ്ട്, പിന്നെ സലാം കിട്ടിയപ്പോഴാണ് കഴിഞ്ഞു വന്നു, ഇപ്പോഴേ നിസ്കാരം കഴിഞ്ഞ് ഇത് വെത്തറക്കാത്ത നിസ്കരിച്ച് ഇമാമ എന്താ ഓതിയ ഒരു ലോകമല്ല അല്ലെ. നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നാല് പിന്നെ ഭൂമിയിലുള്ള ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിങ്ങോട്ട് ചിന്തിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത നമസ്കാരം കപട വിശ്വാസികളുടെ നമസ്കാരമാണെന്ന്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊനൻ നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. കുറച്ചെന്നാലും ഓർക്കും. എങ്ങനെയെന്നോ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ, മുനാഫിക്കുകൾ, കപട വിശ്വാസി, യഥാർത്ഥ വിശ്വാസമല്ല, വിശ്വാസം നടിച്ച് വിശ്വാസികളെ കൂട്ടത്തിലൂടെ നടക്കുന്ന ആള്, ഉള്ളിലില്ല പുറത്തേക്ക് കാണിച്ചിങ്ങനെ നടക്കുക, അഭിനയിച്ച് നടക്കുന്ന, വിശ്വാസം അഭിനയിച്ച് നടക്കുന്ന കപട വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവര് അള്ളാഹുവിനെ വഞ്ചിക്കുക. പക്ഷെ അള്ളാഹിനെ അവര് വഞ്ചിക്കാന്ന് വെറുതെ അവർക്ക് തോന്നുക. വഹുവ ഖാദിഉഹും, യഥാർത്ഥത്തിൽ വഞ്ചന തിരിച്ചാണ്. അവര് സ്വയം വഞ്ചിക്കപ്പെടുകയാണ്, അള്ളാഹു അവരെ വഞ്ചിക്കുകയാണ്. എന്തൊക്കെ അവരുടെ ലക്ഷണം എന്നറിയോ? വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, നമസ്കരിക്കാൻ വേണ്ടി നിന്നാ മടിയന്മാരായിട്ട് നമസ്കരിക്കും. കാരണം ഇത് മനസ്സിലില്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ നിസ്കരിക്കുന്ന കോലം കണ്ടാൽ തന്നെ ചിലപ്പോ അല്ലെ, അവിടെ മാന്തി ഇവിടെ മാന്തി ചൊറിഞ്ഞ് കൊട്ടുവായിട്ട് അടുത്ത് നിസ്കരിക്കുന്നു, ബുദ്ധിമുട്ടൊക്കെ. ഇങ്ങനെ ഒരു നിസ്കാരാണ് കുസാല, മടിയന്മാരായിട്ട് ആ മുനാഫിക്കുകൾ നിസ്കരിക്കാൻ നിൽക്കുക. എന്നിട്ട് മാത്രമല്ല യുറാവുനന്നാസ്, കാരണം ജനങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണിത് അല്ലെ. ഞാനും നിസ്കാരക്കാരനാണ്, ഞാനും ഉണ്ട്, ഞാൻ നിങ്ങളെ കൂടെ, ഞാനും മുൻസഫിലെ ആളാണ് എന്ന് വരുത്താൻ വേണ്ടി കാപട്യം അഭിനയിക്കുകയാണ്. ഇല്ലാത്തത് അഭിനയിച്ച് കാണിക്കാം. അപ്പൊ അങ്ങനെ സംഭവിക്കും. എന്നിട്ട് എന്താ അവരുടെ ലക്ഷണം? മറ്റൊന്നറിയും, വല യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ആ നമസ്കാരത്തിലാവട്ടെ അല്ലാത്തവരാകട്ടെ, നമസ്കാരത്തിലാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, അള്ളാഹുവിനെ അവർ വളരെ കുറച്ച് ഓർക്കുള്ളൂ. പടച്ചോന് ഓർമ്മയില്ലാത്ത നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അസ്വലാത്തു മെഹറാജുൽ മുഅ്മിൻ, നമസ്കാരം സത്യവിശ്വാസിയുടെ മെഹറാജ. മെഹറാജ് എന്ന് പറഞ്ഞാൽ എന്താ? കേറി പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസ്വലാത്തു മെഹറാജുൽ മുഅ്മിൻ, നമസ്കാരം വിശ്വാസിയുടെ ആരോഹണമാണ്, അള്ളാഹുവിലേക്ക് കയറുകയാണ് വിശ്വാസി. ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നമസ്കരിക്കുന്ന ഒരാൾ തന്റെ റബ്ബിനോട് സംഭാഷണം നടത്തുക. നമ്മൾ ഈ നിസ്കരിക്കുന്നതിന് മുമ്പിലൂടെ നടക്കാൻ പാടില്ല അല്ലേ, കുറ്റാണത്. അഥവാ ഒരുത്ത നമസ്കരിക്കുന്നതിന് മുമ്പിലൂടെ നടക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്ക് അവനെ തടയാമെന്നാണ്.
നിസ്കരിക്കുന്ന ആൾക്ക് അവനെ തടയാം, നിസ്കാരത്തിൽ മറ്റു പണികളൊന്നും പറ്റൂല. പക്ഷെ ഇത് പറ്റും. കാരണം എന്താണെന്നറിയോ, പടച്ച റബ്ബുമായിട്ട് ഒരാൾ സംഭാഷണം നടത്തുമ്പോൾ അതിന്റെ മുമ്പിലൂടെ ഒരാൾ ബ്രേക്ക് ചെയ്ത് പോവാ, അത് പൊട്ടിക്കുക. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവന് ശല്യപ്പെടുന്ന രൂപം പള്ളിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊടും പാപമാണ്. നമ്മൾ പറയുന്നത് എന്താ? ഇതാണ് ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു. നമസ്കരിക്കുന്ന ഒരാൾ തന്റെ റബ്ബിനോട് സംഭാഷണം നടത്തുക. അപ്പൊ ഇത് മനസ്സറിഞ്ഞിട്ട് വേണം. ഇതാണിത് ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഖുശൂ എന്ന് പറയും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചു, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ്. അപ്പൊ എന്ത് വേണം? ശ്രദ്ധയോടെ നമസ്കരിക്കണം. എവിടുന്ന് തുടങ്ങണം എന്നറിയോ? നമസ്കാരത്തിന്റെ സമയം മുതൽ തുടങ്ങണം. ആ സമയമായാൽ ഒളു നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് ഒളു ചെയ്യുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒളു ശരിയാവാതെ വന്ന ഒരാൾ ഒരൊക്കെ ഒളു എടുത്ത ഒരാൾ കയറി വന്നു, നബി പറഞ്ഞു ഒളു ശരിയായിട്ടില്ല, പിന്നെയും ചെയ്തിട്ട് വാ. പിന്നെ ഒരാൾ വന്നു, നബി പറഞ്ഞു ശരിയായിട്ടില്ല, പിന്നെയും ചെയ്തിട്ട് വാ. പിന്നെ ഒരാൾ ചെയ്തു വന്നു, അയാൾ തന്നെ വീണ്ടും ചെയ്തു വന്നു, നബി പറഞ്ഞു ശരിയായിട്ടില്ല, പിന്നെയും ചെയ്തു വാ. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ഇനി ഇതിലേറെ ചെയ്യാൻ വയ്യ നബി, എന്ത് ഒതു ഞാൻ ഇനി എങ്ങനെ ഒതു ചെയ്യാം? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു, ഇതാ ഇങ്ങനെ 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 ഇങ്ങനെ. ഒളുവൊക്കെ ശ്രദ്ധയോടെ ചെയ്യണം. ഒളു ഇപ്പൊ പഠിപ്പിക്കല്ല ഞാൻ. ഒളുവൊക്കെ ശ്രദ്ധയോടെ ചെയ്തിട്ട് ഒരാൾ പള്ളിയിൽ വന്ന് മറ്റെല്ലാ ചിന്തകളും ഒഴുകി. ഇങ്ങനെ പറയാറുണ്ട് പണ്ഡിതന്മാര്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ഉയർത്തുന്നത് എന്തിനാണെന്നറിയോ? ദുനിയാവിനോട് ടാറ്റ പറയാന്ന്. അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സംഗതിയാ, അല്ലെ? ദുനിയാവിനോട് ടാറ്റ പറയാന്ന് വെച്ചാൽ ഈ ദുനിയാവിന്റെ ചിന്ത ഞാനില്ല. പ്ലാനിങ്, നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയല്ല. ഭയങ്കര പ്ലാനിങ് ഒക്കെ ഈ 5 മിനിറ്റ് നമസ്കാരത്തിൽ നടക്കുക, അല്ലെ? അതിലപ്പുറം അതല്ലാത്ത നേരത്തെ നമുക്ക് വേറെ പണി ഉള്ളത് കൊണ്ടാണ്. നമസ്കാരത്തിൽ കച്ചവടത്തെ കുറിച്ച് കിട്ടാനുള്ളത് കൊടുക്കാൻ തമാശ പറയാറുണ്ടല്ലേ? എന്താ പറയാ, വയലുങ്ങ കുലാവി കച്ചവടം നടത്തിയ ആള്, കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇങ്ങനെ കുടിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, കാക്ക ഒരുപാട് ആൾക്കാർ കുടിച്ചു പോയി, പൈസയും തന്നില്ല. അതൊക്കെ അവർ തരൂ. അല്ലപ്പോ ഇത് അങ്ങക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്ന് അങ്ങോട്ട് വരൂലേ എന്ന് പറഞ്ഞത്ര. വളരെ ശരിയാ, വളരെ ശരിയാ, അല്ലെ? ദുനിയാവിലില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത മുഴുവൻ പ്രിയപ്പെട്ടവരെ മനസ്സിൽ നിന്ന് മറ്റു ചിന്തകളെ മാറ്റൂ. അത് പിശാച. അള്ളാഹുവിനെ ഓർക്കൂ. നമസ്കാരം അള്ളാഹുവിനെ ഓർക്കാനാ. അതിന് ഏറ്റവും പറ്റിയ മാർഗം എന്താണെന്നറിയോ? ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതി. അള്ളാഹു അക്ബർ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ അള്ളാഹ്, മറ്റൊന്നുമല്ല. എന്റെ കച്ചവടമോ കൃഷിയോ കുട്ടികളോ കുടുംബോ ദുനിയാവോ അതിലുള്ള വസ്തുക്കളോ ഒന്നുമല്ല എനിക്ക് വലുത്. അള്ളാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത് എന്നും പറഞ്ഞ് കൈവച്ചു. എന്നിട്ട് പറയാ, പടച്ചോനെ ഞാനിതാ നിന്റെ മുമ്പിൽ നിന്നിരിക്കുന്നു, അല്ലെ? ദുആഉൽ ഇഫ്തിതാ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി. വേറെ ഉണ്ട് 2-3 പ്രാർത്ഥനകൾ ഹദീസിൽ കാണാം. ഏതെങ്കിലും ഒന്ന് ദുആഉൽ ഇഫ്തിതാ, പ്രാരംഭ പ്രാർത്ഥന. പിന്നെ ചൊല്ലുക ഫാത്തിഹ. നമസ്കാരത്തിൽ ചൊല്ലുന്ന ഫാത്തിഹ ഖുർആനിലെ ആദ്യത്തെ അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. ചുരുങ്ങിയതൊരു സത്യവിശ്വാസി 17 തവണ ദിനം ആവർത്തിക്കുന്നത്. ഇതൊന്ന് അർത്ഥറിഞ്ഞു ചൊല്ലണ്ടേ? ഫാത്തിഹയുടെ അർത്ഥം അറിയാത്ത നമസ്കരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫാത്തിഹയുടെ അർത്ഥം അറിയാതെ എപ്പോഴും കാലങ്ങളായി കൊല്ലങ്ങളായി നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നുണ്ട്. കുറ്റകരമായ അനാസ്ഥ എന്ന് അതിന് പറയാം. അരമണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് പഠിക്കാം. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന മുഴുവൻ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കാം. ജീവിതകാലം മുഴുവൻ ചെയ്യാനുള്ളതാ. എന്നിട്ട് അത് മനസ്സറിഞ്ഞു ചൊല്ലാം. ഈയിടെ ഇപ്പോ പ്രമുഖനായ ഒരു മനുഷ്യനുണ്ട്, നമ്മളെ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാ. സഹോദരൻ, ഞാൻ പേരെന്നെ പറയാം, നിങ്ങൾക്ക് വേണേ അദ്ദേഹത്തെ ഫോളോ ചെയ്യാം. പ്രസന്നൻ KP എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയാ, ബഹുമാന്യനായ ദാഇയാണ്, ഒരു പ്രബോധകനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ഒന്നിങ്ങട്ട് നമ്മൾ അന്ന് അറിഞ്ഞു ചൊല്ലിയാൽ. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. 2 സുജൂദിന്റെ അടിയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. അതിങ്ങനെ ഇരുന്നിട്ട് അത് മനസ്സറിഞ്ഞിട്ടോട് ചൊല്ലിയാൽ എന്തൊരു സമാധാനം കിട്ടുന്നു. എന്താ പ്രാർത്ഥന? റബ്ബി ഉഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നമ്മളിതങ്ങോട്ട് ഒരൊറ്റ ചൊല്ലലല്ലേ? ഒന്ന് ചൊല്ലിച്ചു നോക്കണ്ടേ അതിന്റെ കോലം കാണാം, അല്ലേ? റബ്ബി ഉഗ്ഫിർലി, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. എന്റെ നാഥ എനിക്ക് പുറത്തു തരണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. വജ്ബുർനി, എന്റെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും പരിഹരിച്ചു തരണേ. വർഫഅനി, എന്നെ ഉയർത്തുകയും ഉത്കൃഷ്ടനാക്കുകയും ചെയ്യണേ പടച്ചവനെ. വർസുഖ്നി, പടച്ചവനെ എനിക്ക് റിസ്ക്, അല്ലെ, ആഹാരവും വിഭവങ്ങളും നൽകണേ. വഹ്ദിനി, എന്നെ നേർമാർഗത്തിൽ നയിക്കണേ. വആഫിനി, എനിക്ക് സൗഖ്യവും ആരോഗ്യവും നൽകണേ. എന്നാൽ അദ്ദേഹം പറയാ, ഈ ഒരു പ്രാർത്ഥന മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ തന്നെ നമസ്കാരത്തിൽ വലിയ പൊതു പ്രാർത്ഥന മാത്രമാണോ? നമസ്കാരത്തിൽ ഓരോ ഘട്ടത്തിലുള്ള പ്രാർത്ഥന, അതിനൊക്കെ അതിന്റെ മഹത്വമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇതാണ് ഇതിന്റെ ചൈതന്യം. ഈ ചൈതന്യത്തോടെ ജീവനോടെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാട്ടിക്കൂട്ടല്ലേ, ഒരു വ്യായാമം മാത്രം, അല്ലെ? കുമ്പിടുന്നു, നീർന്നിരിക്കും.
അതിൽ കാര്യമില്ല. അപ്പൊ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? മറ്റെല്ലാ ചിന്തകളും മാറ്റി ഭക്തിപൂർവ്വം നമസ്കാരത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് മൂന്നാമത്തെ കാര്യം. അപ്പൊ 3 കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തോന്നുന്നത്. അതിന്റെ സമയനിഷ്ഠ, അതിന്റെ അവല് വക്ത്, ആദ്യത്തെ സമയം നമസ്കാരം നിർവഹിക്കുക, കഴിയുന്നതും ജമാഅത്തായിട്ട് നിർവഹിക്കുക. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയട്ടോ. അതായത് ഈ പള്ളിയിൽ നമ്മൾ കയറി വരും, പല പള്ളിയിലും കാണും. പള്ളിയിൽ കയറി വരും, എന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരാൾ അവിടെ നിസ്കരിക്കും. അപ്പൊ വേറൊരാൾ കയറി വരും, അയാൾ അവിടെ നിസ്കരിക്കും. ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ 5-8 ആൾ കാണാൻ പള്ളിയിൽ ഇങ്ങനെ വേറെ നിസ്കരിക്കും. ഒരു ആൾ കയറി വരുന്നു, അപ്പൊ അവിടെ ജമാഅത്ത് നടത്തുന്നില്ലെങ്കിൽ ഒരു മനുഷ്യണ്ടെങ്കിൽ അയാളങ്ങ് തുടരുക. മറ്റേ ആൾ വന്നിട്ട് അയാളങ്ങ് തുടരുക. അപ്പൊ അയാൾ സുന്നത്താണോ ഫർളാണോ എനിക്ക് അങ്ങനെ അറിയാം. സുന്നത്തായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഫർളാ അല്ലേ, അയാൾ സുന്നത്തായിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന അതിൽ മുസ്ലിമായ മനുഷ്യനാണോ, മുസ്ലിമായ മനുഷ്യനല്ലാതെ നമ്മളെ പള്ളിയിൽ വന്ന് നമസ്കരിക്കൂല. അതിൽ പിന്നെ ഒരുപാട് വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അത് മറ്റേ എന്താ പറയാ, മുബ്തദി ആയിരിക്കും, അത് ഫാസിഖായിരിക്കും, അത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. മൻ സ്വല്ലാ സ്വലാത്തന വഅഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫഹുവ മുസ്ലിം. നമ്മളെ പോലെ നമസ്കരിക്കുന്നവനും നമ്മളറുത്തത് തിന്നുന്നവനും നമ്മളെ ഖിബ്ലക്ക് നേരെ തിരിയുന്നവനും മുസ്ലിമാ. അതാണ് നമ്മളെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാ, ഈ ഉമ്മത്തിനെ വിഭജിക്കാൻ, ഭിന്നിപ്പിക്കാൻ വേണ്ടി. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചത് നമ്മളെ പോലെ നമസ്കരിക്കുന്നവനൊക്കെ മുസ്ലിമാ. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ നിസ്കരിക്കുന്നുണ്ട്, അയാളെ അങ്ങ് തുടർന്നേക്കുക. അല്ലെങ്കിൽ നമ്മളോട് കയറി വരാം, ഒരാളെ ഒതു കൊടുക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യും 1 മിനിറ്റ്, അയാൾ കയറി വന്നവാ ഒരു ജമാഅത്തോടെ നിർവഹിക്കാം. അങ്ങനെ ജമാഅത്തായിട്ട് നിർവഹിക്കണം. പിന്നെ ഭക്തിപൂർവ്വം, ഹൃദയപൂർവ്വം, മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വേണം നമസ്കാരം. അതാണ് അതിന്റെ റൂഹ്, അതാണ് അതിന്റെ ചൈതന്യം. അപ്പൊ ഈ 3 കാര്യങ്ങളും നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന 2 പ്രാർത്ഥന കൊണ്ട് വസിയത്തുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കരുവമ്പാറയിലെ എരഞ്ഞിക്കൽ ബഷീറിന്റെ മകൻ ഒരു ആക്സിഡന്റിൽ പെട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേഷനൊക്കെ ആവശ്യമുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. അപ്പോ അള്ളാഹു തആല സഹോദരന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് നമ്മുടെ മുള്ളിയാകുറിശ്ശി തെച്ചിങ്ങാട്ട് അബ്ദുൽ കരീം എന്ന് പറയുന്ന സഹോദരൻ കുറച്ചും കൂടി ഗുരുതരമായ അവസ്ഥയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അള്ളാഹു തആല ആ സഹോദരന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിഷമിക്കുന്ന അതുപോലെ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ രോഗികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയും ആശ്വാസവും നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أقم الصلاة.